വീഡിയോ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. അടുത്ത ആഴ്ച എൽഹാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു മാളിലോട്ടാണ് പോകുന്നത്. ഏകദേശം ഒരു 10-12 മിനിറ്റിനുള്ളിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. അങ്ങനെ 1 മണിക്കൂറോളം ബസ്സും കാത്തുന്നു. എല്ലാണോ എങ്ങനെ പോകണോ? ഡ്രസ് എടുക്കാനാണോ? പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് സൺഡേ ആണല്ലോ, ബസ്സൊക്കെ കുറവായിരിക്കും. അങ്ങനെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് കാര്യമില്ലാണ്ടായി. അങ്ങനെ ഫൈനലി നമ്മളൊരു ക്യാബ് ബുക്ക് ചെയ്ത് നേരെ മോളിലോട്ട് പോയി. അങ്ങനെ ലൂട്ടൺ മാളിൽ എത്തിയിട്ട് നമ്മൾ നേരെ ഫസ്റ്റ് പോയത് എൽഹാൻക്ക് ഡ്രസ്സ് എടുക്കാനാണ്. എനിക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഏകദേശം ഒരു 5-6 കടയെങ്കിലും കയറിയാലോ എനിക്ക് സമാധാനമുള്ളൂ. പിന്നെ ഇവിടെ ആകെയുള്ളത് പ്രൈമാർക്ക്, H&M, നെക്സ്റ്റ് അങ്ങനത്തെയൊക്കെ ഷോപ്പാണ്. എന്നാലും എല്ലായിടത്തും ഒന്ന് തപ്പിപ്പറക്കിയാലേ എനിക്ക് കിട്ടുള്ളൂ. റോംബറും ടീഷർട്ടും ഹുഡീസാണ് ഇവൻ കൂടുതൽ യൂസ് ആക്കാറ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഷർട്ട് എടുക്കാമെന്ന്. അങ്ങനെ ഷർട്ടിൻ്റെ സെക്ഷനിൽ പോയി അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ഷർട്ടും ജോഗറും എടുത്തിട്ട് നമ്മൾ പോയി. പിന്നെ ഞാനൊരു 3 പെയറിൻ്റെ സോക്സ് എടുത്തായിരുന്നു. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നോർമലി നമ്മൾ മേടിക്കുന്ന സോക്സിനെക്കാട്ടി കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് ഇത്. 499 പൗണ്ടാണ് ഈ 3 പെയർ സോക്സിന്. എന്തായാലും നല്ല വേർത്താണ്, അത്രയും ക്വാളിറ്റി അതിനുണ്ട്. അങ്ങനെ നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലിംഗ് സെക്ഷനിൽ ക്യൂ നിൽക്കുന്നതാണ്. അങ്ങനെ ഓരോ ഐറ്റംസ് നമ്മൾ കണ്ണിപ്പെടുമല്ലോ. കുറേ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ എടുക്കണമായിരുന്നു. ഫസ്റ്റൊക്കെ ഇവിടുത്തെ കോയിൻസ് കാണാൻ അന്തം വിട്ട് നിന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും അതിനൊന്നും കുറവൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് നേരെ വിട്ടുകൊടുത്തത് പ്രൈമാർക്കിലോട്ടാണ്. ലൂട്ടൺ മാളിൽ വന്നാൽ പ്രൈമാർക്കിൽ കയറാണ്ട് ഒരു പരിപാടിയില്ല. ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ്. എല്ലാവരും സ്പെക്കൊക്കെ ഇട്ട് നല്ല വൈബിലാണ്. ടാറ്റ ബൈ ബൈ ആരോടൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ അവനക്കൊരു കേക്ക് ബാർ കൊടുത്തായിരുന്നു. ഇതാണ് പ്രൈമാർക്ക്. ഇവിടെ നല്ല ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. UK അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് കിട്ടാവുന്ന ഒരു ഷോപ്പാണ് പ്രൈമാർക്ക്. എവറിഡേ എസെൻഷ്യൽ ക്ലോത്തിങ്, ബ്യൂട്ടി പ്രോഡക്ട്സ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. മെയിനായിട്ട് ക്ലോത്തിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലോത്തിങ് സെക്ഷനിലോട്ടാണ് പോകണം. കിഡ്സിൻ്റെ സെക്ഷനിലോട്ടാണ് നമ്മൾ പോണത്. വേറെ ഒന്നിനല്ല, എൽഹാൻക്ക് വീട്ടിലിടാൻ വേണ്ടി കുറച്ച് ഡ്രസ്സ് എടുക്കണം. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കയറി നേരെ കിഡ്സ് സെക്ഷനിലെത്തി. ഞാൻ 0 to 36 മന്ത്സിൻ്റെ സെക്ഷനിലാണ് കേട്ടോ എടുക്കാറ്. എൽഹാൻക്ക് ഇപ്പോൾ 24 to 36 മന്ത്സ് ആണ്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഓരോ ആഴ്ചയിലും പോകുമ്പോൾ ഓരോരോ കളക്ഷൻസാണ് അവർ അപ്ഡേറ്റ് ചെയ്യണത്. 230 പൗണ്ടിനൊക്കെ നല്ല ഹുഡീസൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നല്ല ഷൂവും കാര്യങ്ങളൊക്കെ നോക്കിയാണ്. പ്രൈമാർക്കിൻ്റെ ഹോൾ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ടെസ്കോയിലാണ് പോണത്. കുറച്ച് ഗ്രോസറി മേടിക്കണം. ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഗ്രോസറി മേടിക്കാനാണ് കേട്ടോ. നോർമലി നമ്മൾ പോവാറ് ടെസ്കോയിൽ അല്ലെങ്കിൽ ലിഡിലാണ് കൂടുതലും. ടെസ്കോനെക്കാട്ടി കുറച്ചും കൂടി ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടണത്. പിന്നെ എൽഹാൻക്ക് ഇതൊരു മെയിനാണ്, ഈ ട്രോളി ഉന്തിക്കൊണ്ട് നടക്കൽ. അങ്ങനെ ഞാൻ പർച്ചേസൊക്കെ കഴിഞ്ഞത് ബില്ലിംഗ് സെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ സെൽഫ് കൗണ്ടർ ഉണ്ട് കേട്ടോ. ഞാൻ സെൽഫ് കൗണ്ടറാണ് ചൂസ് ചെയ്യാറ്. അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞ് നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോകണതാണ്. ഇവിടെ ബസ്സിന് ഡിലേ ഒന്നുമില്ല, ബസ് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ നമ്മൾ ബസ് കയറി നേരെ വീട്ടിലോട്ട് വിട്ടുകൊടുത്ത്. അങ്ങനെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആസ്വദിച്ച് ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത്. എൽഹാൻ ഉറങ്ങി ഗായ്സ്, നല്ല ഉറക്കമാണ്. അപ്പം നമ്മൾ ഷോപ്പിംഗ് വ്ളോഗ് ഇവിടെ എൻ്റെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.